അച്ചാറുണ്ടാക്കാൻ ബീഫ് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്ത് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു പ്രഷർ കുക്കറിൽ വെച്ച് ഒരു 5 വിസിൽ വരുവോളം വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് പോകരുത്. കുക്കറിൽ ഇതുപോലെ പൊടിഞ്ഞു പോകാത്ത തരത്തിൽ വേവിച്ചെടുത്ത ഇറച്ചി നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അതുപോലെ കുറച്ച് എണ്ണയെടുത്ത് കുറച്ച് കടുക് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് വാളംപുളി വെള്ളത്തിനകത്ത് ഇട്ട് 5 മിനിറ്റ് കുതിർത്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ പിഴിഞ്ഞ വെള്ളം 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് പിഴിഞ്ഞെടുക്കണം. 1 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ അച്ചാറിന് നന്നായിട്ട് വെള്ളം കിട്ടും. പെട്ടെന്ന് വെള്ളം വലിഞ്ഞു പോകും. അതുകൊണ്ട് ഇച്ചിരി 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കണം. അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് നമുക്കതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് എടുത്ത് ഇട്ട് കൊടുക്കാം. ആ പാത്രത്തിൽ കൊള്ളാത്തത് കൊണ്ട് ഞാനൊരു വലിയ പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചപ്പോൾ നന്നായിട്ട് വെള്ളമുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പം തന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പം തന്നെ വെള്ളമെല്ലാം വലിഞ്ഞു പോവും. വെള്ളമാണ് ചേർത്തിരിക്കുന്നത്, അല്ലാതെ വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നന്നായിട്ട് 1 ഗ്ലാസ് പുളിവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. പുളിവെള്ളവും നാരങ്ങാനീരും ചേർത്തിരിക്കുന്നതുകൊണ്ട് വിനാഗിരിൻ്റെ ആവശ്യമില്ല. വിനാഗിരി ഇല്ലാതെ നമുക്ക് ഇതുപോലെ നല്ല അച്ചാർ തയ്യാറാക്കാം.